ഗവർണറുടെ നടപടി ഭരണഘടനാ ലംഘനമോ എന്നതാണ് ചോദ്യം. സുജയ, എന്താണ് തോന്നുന്നത്? ഈ ഭാരതാംബയുടെ കയ്യിലുള്ള കൊടി അത് ഭഗവത് ധ്വജമായിരുന്നു. അതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. അതപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഭാരതാംബയുടെ കയ്യിലുള്ള കൊടി അത് ഭഗവത് ധ്വജമാണ് എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അത് RSSന്റെ ചിഹ്നമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് RSSന്റെ ചിഹ്നമല്ല എന്ന് സ്ഥാപിക്കാനല്ല ഞാൻ നോക്കുന്നത്. പക്ഷേ ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് പറയാം. അതായത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ വിഷയത്തിൽ പറഞ്ഞതിനേക്കാളും ഹൈലൈറ്റഡായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് മന്ത്രി P. പ്രസാദ് പറഞ്ഞത്, അതിന് V. ശിവൻകുട്ടി എന്ന് നൽകുന്ന മറുപടി, ഇതൊക്കെയാണ് വലിയ രീതിയിൽ കൊടുക്കുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ് അടക്കം ആ പരിപാടിയിൽ അദ്ദേഹം സംസാരിച്ചതിന് പുറത്തേക്ക് വന്നതാണ്. അത് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയാവുകയോ അല്ലെങ്കിൽ തലക്കെട്ടാവുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാം. ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമാണ്. ആ ചിത്രം രാജ്ഭവനിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. ആ ചിത്രം അവിടെ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് അവിടെ വെച്ചുകൊണ്ട് പരിപാടികൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർ അവിടേക്ക് വരേണ്ട. ക്ലിയറാണ്, തീരുമാനമാണ്. ആ തീരുമാനമെടുക്കാൻ രാജ്ഭവന്റെ കസ്റ്റോഡിയനായിട്ടുള്ള ഗവർണർക്ക് അധികാരമുണ്ട്. അതിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഭരണഘടനാ വിദഗ്ധരായ അഭിഭാഷകരോടക്കം നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം. രാജ്ഭവനിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണം, രാജ്ഭവനിലെ പരിപാടികളുടെ കാര്യക്രമങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു പരിപാടിയിൽ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം, അതെല്ലാം ആ വിവേചനാധികാരം രാജ്ഭവനാണ്. അല്ലാതെ പിണറായി സർക്കാരിനോ മന്ത്രി V. ശിവൻകുട്ടിക്കോ മന്ത്രി P. പ്രസാദിനോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോ ഇപ്പോൾ പരാതി കൊടുത്ത P. സന്തോഷ് കുമാർ എന്ന MP-ക്കോ അല്ല. അതുകൊണ്ട് ഈ പരാതിയുമായി രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് അടുത്ത ദിവസം കാണാം. എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എൻ്റെ മാതൃഭൂമിയെ, എൻ്റെ രാജ്യത്തെ മാറ്റാൻ കഴിയില്ല എന്നതാണ് ഗവർണറുടെ തീരുമാനം. അത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെയും ഇത് ഭരണഘടനാ ലംഘനമാണോ എന്ന് ചോദിക്കുന്നതിൽ അതിൽ കൃത്യമായിട്ടുള്ള ഗൂഢലക്ഷ്യമാണുള്ളത്. ആ ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ചിലരുടെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള ലക്ഷ്യമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ആദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു RSSകാരനാണ്. RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ് കേരളത്തിന്റെ ഗവർണറായിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ചിത്രം അവിടെ വെക്കണം എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ച കാര്യമാണ്. ഞാൻ പൂർത്തിയാക്കട്ടെ. നിങ്ങൾക്ക് ഇടപെടാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും ഒക്കെ തയ്യാറായി തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വസ്തുതകൾ വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഇവിടെ രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ തന്നെ നിലവിളക്ക് കൊളുത്തി ഗവർണർ നിർവഹിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ, ആ ചിത്രങ്ങൾ അതെല്ലാം പുറത്തേക്ക് വിട്ടത് രാജ്ഭവനാണ്. ഒളിഞ്ഞും തെളിഞ്ഞും എവിടേക്കും പോവുകയല്ല ഗവർണർ ചെയ്തത്. കൃത്യമായി എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മന്ത്രി P. പ്രസാദ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടി പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയെങ്കിലും രാജ്ഭവനിൽ നിശ്ചയിച്ച പരിസ്ഥിതി ദിനാഘോഷം അവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അത് നടക്കുകയും കൃത്യമായി അവിടെ അത് നടന്നിട്ടുണ്ട്. രാജ്ഭവൻ നിർണ്ണയിച്ച പരിസ്ഥിതി ദിനാഘോഷം അവിടെ നടന്നിട്ടുണ്ട്. രാജ്ഭവൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ രാജ്ഭവനിൽ നടക്കുക തന്നെ ചെയ്യും. അതിന് സർക്കാർ പങ്കെടുത്താലും ഇല്ലെങ്കിലും സർക്കാരിനാണ് രാജ്ഭവനെ ആവശ്യം, അല്ലാതെ രാജ്ഭവൻ അല്ല സർക്കാരിനെ ആവശ്യം. കൃത്യമായി രാജ്ഭവനിലേക്കുള്ള ഫണ്ടിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിന് ചെയ്തു കൊടുത്തേ പറ്റൂ. അത് അത് ചെയ്തു കൊടുത്തേ പറ്റൂ. അല്ല, നിങ്ങളുടെ അസഹിഷ്ണുത അവിടെ നിൽക്കട്ടെ. അസഹിഷ്ണുതയൊക്കെ അതിനുള്ള സമയം ഞാൻ തരാം. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. ശരി, അപ്പോൾ ഈ അസഹിഷ്ണുത എന്തിനാണ് മാഡം? ഞാനൊരു 4 വാചകം പറയുമ്പോഴേ ഇതാണ് വ്യക്തിപരമായ രാഷ്ട്രീയത്തിന്റെ മനസ്സിലുള്ള രാജ്യവിരോധത്തിന്റെ പതാക കയ്യിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിബേറ്റിന് ശൈലി. എനിക്ക് പറയാനുള്ളത് പൂർത്തിയാക്കാനുള്ള സമയമാണ്. ആരോപണമാണ്. നിങ്ങളുടെ സമയത്ത് അത് തർക്കിച്ചോളൂ. ഒറ്റ കാര്യം, ഭാരത മാതാവിനെ അവിടെ വെക്കുന്നതിൽ ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല. ശരി, അതിൽ ഭഗവത് ധ്വജം ഉണ്ടായി എന്നുള്ളതാണ് അതിലെ എതിർപ്പിന് ആധാരം. ഇനി പറഞ്ഞു. ഭഗവത് ധ്വജം ആ ഭാരതമാതാവിന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അതേ ചിത്രം തന്നെ രാജ്ഭവനിൽ ഇരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറയുന്നതാണ്. അതിന് സ്മൃതി പരുത്തിക്കാട് മാഡമോ ആൻഡോ അഗസ്റ്റിൻ സാറോ എതിർത്തിട്ട് ഒരു കാര്യവുമില്ല. ഇനി ഇക്കാര്യത്തിലേക്ക് വരാം. ഈ ഭാരതമാതാവിന്റെ ചിത്രം അതിൽ ഭഗവത് ധ്വജം എന്ന ഒരു വിശകലനത്തിലേക്കാണല്ലോ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാനായിട്ടാണല്ലോ ശ്രമിക്കുന്നത്. RSS വൽക്കരിച്ചു എന്ന സ്ഥാപനത്തിലേക്കാണ് വരുന്നത്. ഇവിടെ ഭാരതമാതാവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ ഒരു ചിഹ്നമാണ് എന്ന് സ്ഥാപിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ
അതിൽ ഭരണഘടനാ ലംഘനം വരികയുള്ളൂ. ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് ദേശസ്നേഹത്തിന്റെ പ്രതീകമായി തന്നെയാണ് ഭാരതമാതാവ് എന്നുള്ള ആ വാക്ക്, ആ ബിംബം, ആ പ്രതീകം ഉപയോഗിച്ചു വരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം കുറച്ച് ചരിത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാക്കാൻ അല്ല, RSSന് മുൻപ് തന്നെ ഇവിടെ ഭാരതം എന്നുള്ള രാജ്യവും ഉണ്ടായിരുന്നു. RSS സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഭാരതം എന്ന രാജ്യവും ഭാരതാംബ എന്ന ബിംബവും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന, കഫിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ജൽപ്പനമായ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇവിടെ ദേശസ്നേഹത്തിന്റെ പ്രതീകമായി തന്നെയാണ് ഭാരതമാതാ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതീകം വരുന്നത്. 1873 കിരൺ ചന്ദ്ര ബാനർജി എഴുതിയ ഭാരത് മാത എന്ന ബംഗാളി നാടകത്തിന്റെ ഉള്ളടക്കം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ നിൽക്കൂ. നിങ്ങൾ ഈ ഭഗവദ്വജം RSS എന്ന് കേട്ടാൽ കിടന്ന് ചാടാതെ, ഞാൻ ചാടേണ്ടി വരും. അതെ, RSS എന്ന് കേട്ടാൽ അങ്ങ് ജ്വലിക്കുകയാണ്, അങ്ങ് ചാടുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് അവിടെ വലിയ രീതിയിലുള്ള ഒരു മിനിറ്റ്, നമ്മുടെ വിഷയം ഇവിടെ നമ്മളിവിടെ എതിർപ്പ് പറഞ്ഞ ഉടനെ കഫിയെ ആരാധിക്കുന്നവർ ഇവിടെ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും അത് ആരാധിച്ചിട്ടാണ്. നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂ. ഭഗവദ്വജം എന്ന് പറഞ്ഞ് കുറെ നേരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം ഭഗവദ്വജത്തെ ആരാധിക്കുന്നവർ ഇത് RSSകാരും ഉള്ള രാജ്യം തന്നെയാണ്. കാര്യത്തിൽ വെക്കണോ, രാജ്ഭവനിൽ വെക്കണോ, അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഇവിടെ രാജ്യത്ത് കോടതിയൊക്കെ ഉണ്ട്. ഇവിടെ ഗവർണറുടെ അധികാരത്തിൽ കൃത്യമായി നിയന്ത്രണവും ഗവർണറുടെ അധികാരത്തിൽ വരവരിക്കുകയും ചെയ്തിരിക്കുന്ന പ്രവർത്തിക്കുന്ന ഈ പറയുന്ന പറഞ്ഞോട്ടെ, ഇത്രയും ആവേശം കൊള്ളേണ്ട കാര്യമില്ല. RSSനെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ ഈ ജ്വാല ഇത്രയും കത്തി പടരാറുള്ളൂ എന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ. അപ്പോൾ കൃത്യമായ ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. 1873 ഞാൻ പറഞ്ഞു വന്നത് കിരൺ ചന്ദ്ര ബാനർജിയുടെ ഭാരത് മാത എന്ന ബംഗാളി നാടകം, അതിലാണ് മാതൃദേവതയായിട്ടാണ്, ശ്രദ്ധിക്കണം, മാതൃദേവതയായിട്ടാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കിരൺ ചന്ദ്ര ബാനർജി എന്തായാലും RSSകാരനാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം അല്ലാതെ ശരിയാവില്ല. വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചർച്ച കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടക്കില്ല. ഞാൻ പറയട്ടെ 1873 ഭാരത് മാത എന്ന പേരിൽ തന്നെയാണ് ബംഗാളി നാടകം കിരൺ ചന്ദ്ര ബാനർജി എഴുതിയത്. അതിന്റെ ഉള്ളടക്കം മാതൃദേവതാ സങ്കല്പമാണ്. അതിനുശേഷമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ വരുന്നത്. 1882. കോറസ് വേണ്ട, എനിക്ക് കോറസ് വേണ്ട. വൃത്തിയായി സംസാരിക്കാൻ എനിക്കറിയാം. മാഡത്തിന്റെ കോറസ് ആവശ്യമില്ല. എനിക്ക് വേണ്ട. കോൺഗ്രസ് ലോജിക്കും സംയുക്തമായി ആക്രമിച്ചാലും നേരിടാൻ തന്നെയാണ് ഞാൻ. അടിച്ചേൽപ്പിച്ചു പോകരുത്. നിങ്ങൾ പറയുന്നതല്ല ശരിയാണെന്ന് പറഞ്ഞു. തിരിച്ച് നിങ്ങൾ ഭഗവദ്വജത്തെ കുറിച്ച് പറയുമ്പോ എനിക്കും അങ്ങ് നൊന്തൂന്ന് കൂട്ടിക്കോ. ഇതാണ് ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. പറയുന്നതല്ല, നിങ്ങൾ പറയുന്ന അഭിപ്രായം. താങ്കൾ പറയൂ, അതിനുശേഷം ഞാൻ പറയാം. താങ്കൾക്ക് പറയാനുള്ള ഇതിനോടുള്ള എതിർപ്പുകൾ പറയൂ. അങ്ങനെയല്ല, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. അല്ല ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് പൂർത്തിയാക്കാൻ. അതിനിടയിൽ കോറസ് പോലെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇങ്ങനെ തർക്കിക്കാനായിട്ട് ഇത് ഡിബേറ്റ് അല്ല. പറയുന്നതിനിടയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ബാക്കി രണ്ടുപേരെയും അപമാനിക്കുന്ന പ്രയോഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇടപെട്ടത്. ശരി, ഞാൻ ആരെയും അപമാനിക്കാൻ തോന്നുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങളും ഞാനുമാണല്ലോ. അത് മനസ്സിലായോ?
ഞങ്ങൾ അവിടെ ഞങ്ങൾ മാത്രം എന്ന് പറയുന്നവരോടാണ് ഈ ശരി, നിങ്ങളും ഞാനും ആ ഒരു ദ്വന്ദ്വം ഇവിടെ സൃഷ്ടിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ ഭാഗം എന്ന് പറഞ്ഞോട്ടെ. അതെന്തായാലും ആ വാദത്തിൽ ഒരാളെ ഉള്ളെങ്കിലും അത് ആർജവത്തോടെ പറയാൻ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ അതിൽ നിന്നാണ് ഈ ഭാരതമാതാവ് എന്ന ബിംബത്തെ ഈ ഒരു ആദ്യത്തെ വരയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നതിലേക്ക് എത്തുന്നത് ഈ ആനന്ദമഠത്തിലെ ഭാരതമാതാവിന്റെ ആ ഒരു പ്രതീകത്തിലേക്കാണ്. അതിൽ സന്യാസിമാർ ചെയ്തതുപോലെ കൊളോണിയൽ നയത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം, ആ കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടാൻ അന്നിവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും NDA ഒന്നും അല്ലല്ലോ. അന്ന് ഈ ബ്രിട്ടീഷ് കാലത്തെ ഈ കൊളോണിയൽ വൽക്കരണത്തിനെതിരെ പോരാടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ക്ലാസിക്കായ ഒരു നോവൽ അന്ന് വരുന്നത്, ആനന്ദമഠം. ആ ആനന്ദമഠത്തിലുള്ള കവിത ഇന്ത്യയുടെ വന്ദേ മാതരമായി മാറി. ആ വന്ദേ മാതരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ബംഗാൾ നവോത്ഥാന കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് കേൾക്കണം, അതൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ അതിൽ ഭാരതമാതാവിനോട് ചേർന്ന് നിൽക്കുന്ന ബോങ്കോ മാത എന്ന സങ്കല്പമുണ്ട്. ആ ബോങ്കോ മാത എന്ന സങ്കല്പം വരുന്നത് എങ്ങനെയാണ്? 1905 ലോർഡ് കഴ്സൺ വൈസ്രോയി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു നയം അതെങ്ങനെയാണ് ബംഗാളിൽ ഉപയോഗിച്ചത്? ബംഗാളിന്റെ കിഴക്ക് ഭാഗം മുസ്ലിമിന്, പടിഞ്ഞാറ് ഭാഗം ഹിന്ദുവിന് എന്നാക്കി മാറ്റാൻ നോക്കിയപ്പോൾ ആ വിഭജനത്തിനെതിരെ വന്നതാണ് ബോങ്കോ മാത എന്ന സങ്കല്പം. ആ ബോങ്കോ മാത ഭിന്നിപ്പിന്റേതല്ല, നിങ്ങൾ പറയുന്നത് പോലെ RSSന്റേതാണ് ഈ ഭഗവത് ധ്വജമേന്തിയ ഭാരത് മാത എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുമ്പോൾ ബോങ്കോ മാത എന്ന ഈ ആവിർഭവിച്ച ആദ്യ രൂപത്തെ കൂടി നിങ്ങൾ എതിർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരായ പ്രസ്ഥാനത്തിന് രവീന്ദ്രനാഥ ടാഗോർ നേതൃത്വം കൊടുക്കുമ്പോൾ അബനീന്ദ്രനാഥ ടാഗോർ ഈ ഒരു രൂപം ചിത്രീകരിക്കുകയാണ്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ട് സ്ഥാപിച്ച അബനീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ദേശീയ വികാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഭാരത് മാതയുടെ ചിത്രം, ഭാരതാംബയുടെ ചിത്രം വരയ്ക്കുന്നത്. ആ ചിത്രത്തിന്റെ പ്രത്യേകത കൂടി നോക്കൂ, ബംഗാളി ശൈലിയിലാണ്. ആ ചിത്രത്തിലെ ഭാരതാംബയുടെ വസ്ത്രത്തിന്റെ നിറം എന്താണ്? മാഡത്തെ പ്രകോപിപ്പിക്കുന്ന കാവി നിറമാണ്, ആൻഡോ സാറിനെ പ്രകോപിപ്പിക്കുന്ന കാവി നിറമാണ്. കാവി നിറം ധരിച്ച ഈ അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രത്തിലെ ഭാരതാംബ ആ സ്ത്രീ രൂപം ധരിച്ചിരിക്കുന്നത് കാവി നിറമാണ്. കാവി നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫ്രണൈസേഷൻ RSSന്റെ സ്ത്രീ രൂപമാണോ അല്ലെങ്കിൽ RSSന്റെ വേഷമാണോ അന്നത്തെ ഭാരതാംബയെ അബനീന്ദ്രനാഥ ടാഗോർ RSS രൂപീകരിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം അന്നേ ധരിപ്പിച്ചത്. പിൽക്കാലത്ത് RSS ഉണ്ടാവുകയും RSS ഭഗവത് ധ്വജത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നത് മുൻകണ്ടുകൊണ്ട് അബനീന്ദ്രനാഥ ടാഗോർ വരച്ചതാണ് എന്ന് തോന്നിപ്പിക്കും. ഈ വാദത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവരുടെ 4 കൈകളിൽ ഒന്നിൽ പിടിച്ചിരിക്കുന്നത് രുദ്രാക്ഷമാലയാണ്. രുദ്രാക്ഷം എന്ന് പറയുന്നത് അതും ഇനി RSSമായി അസോസിയേറ്റ് ചെയ്യും. വെളുത്ത തുണിയാണ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇല്ല, മാഡത്തിന്റെ അസഹിഷ്ണുതയും മാഡത്തിന്റെ അങ്ങനെയൊന്നും വേണ്ട മാഡം. എനിക്ക് ആദ്യം അവസരം തരുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞോളൂ. അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ പൂർത്തിയാക്കിയിട്ട് നിർത്തുകയുള്ളൂ. മാഡം എത്ര കാണിച്ചാലും രാഷ്ട്രീയം രാജ്യത്ത് ഭരണം കിട്ടാത്തതിന്റെ അസഹിഷ്ണുതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി? 11 വർഷമായിരിക്കുന്നു. അപ്പോൾ ഈ 4 കൈകളിൽ ഒന്നിൽ രുദ്രാക്ഷമാല, അത് ശൈവമതത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. മറ്റൊന്നിൽ പിടിച്ചിരിക്കുന്നത് വെളുത്ത തുണിയാണ്. അത് സമാധാനത്തിന്റെ, അന്ന് ഇന്ത്യയുടെ ഭാരതത്തിന്റെ കാർഷിക വ്യവസ്ഥയുടെ നട്ടലായ പരുത്തി കൃഷിയിലൂടെ ഉണ്ടാകുന്ന സമ്പത്തിന്റെ അടക്കം പ്രതിനിധാനമായിട്ടാണ് ആ വെളുത്ത തുണി ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നത്. മൂന്നാമത്തേതിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ധനധാന്യ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യം എന്ന രീതിയിലാണ് നെൽക്കറ്റ. നാലാമത്തേതിൽ താളിയോലയാണ്. താളിയോലകൾ അത് ഹിന്ദു പുരാണങ്ങളുമായി, ഐതിഹ്യങ്ങളുമായി, വേദങ്ങളുമായി ഒക്കെ ബന്ധിപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് അത് മതമാണ് എന്ന രീതിയിൽ സ്ഥാപിച്ചുകൊണ്ട് ആ ഹിന്ദുമതത്തെ കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSSനെതിരായി അത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വളരെ മോശം നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനെ ചെറുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഭാരത് മാതാ ക്ഷേത്രം അത് ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. 1936 ഒക്ടോബർ 25 വാരണാസിയിലാണ്. വാരണാസിയിലെ മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠ് ക്യാമ്പസിൽ ഭാരത് മാതാ ക്ഷേത്രം അത് നിലനിൽക്കുന്നു. ഹരിദ്വാറിലുണ്ട്, ഉദയ്പൂരിലുണ്ട്, തൂത്തുക്കുടിയിലുണ്ട്. അവിടെയൊക്കെ ഭാരത് മാതാ ക്ഷേത്രം വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയുടെ ഒരു പ്രതീകമായി തന്നെയാണ് മാഡം അത് വരുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം ഇവിടെ ഉയർന്നിട്ടുണ്ട്. അത് RSS അല്ല ആദ്യം വിളിച്ചു തുടങ്ങുന്നത്, അത് രാജ്യം വിളിച്ചതാണ്. ഭാരത മാതാവാണ് നമ്മുടെ ഒരേ ഒരു ദൈവം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ RSS ആണെന്ന് ഇങ്ങനെയാണെങ്കിൽ സ്ഥാപിക്കുമല്ലോ. നിങ്ങൾ ഭാരതാംബ എന്ന് ചോദിച്ച MV ഗോവിന്ദനോട് ചേർന്ന് നിൽക്കാൻ, ഭാരതാംബയുടെ കയ്യിൽ ഭഗവത് ധ്വജമാണെന്ന് സ്ഥാപിക്കുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരു ആൾക്കൂട്ടം ഉണ്ടായെന്ന് വരും. പക്ഷേ ഭാരതാംബ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതീകമാണ്. ഭാരതമാതാവ്
ഭാരതമാതാവിന്റെ കയ്യിൽ കാണുന്ന മാഡം സൂചിപ്പിച്ച ഭഗവദ്ധ്വജം എന്ന് പറഞ്ഞത് അത് കാവി ഓറഞ്ച് നിറത്തിലാണ്, ദീർഘ ത്രികോണാകൃതിയിലുള്ള കൊടിയാണ്. ആ കൊടി പുരാതന കാലം മുതൽ ഭാരതത്തിന്റെ ആത്മീയ സാംസ്കാരിക രാജപാരമ്പര്യത്തിന്റെ ചിഹ്നമായി ഉപയോഗിക്കുന്നതാണ്. രാജകാലം മുതലുള്ളത് എടുത്തു നോക്കിക്കോളൂ. രാജകാലമല്ലാണ് അന്നും ഈ കൊടി തന്നെയാണ്. RSS രൂപീകരിച്ചിട്ട് 100 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുൻപും ഈ കൊടിയുണ്ട്. അന്ന് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപും ഈ കൊടി ഉപയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ, സാംസ്കാരിക കേന്ദ്രങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടെയും ഒക്കെ ഇതേ കൊടി തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജനനി ജന്മഭൂമിഷ്ഠ സ്വർഗാദപി ഗരീയസി, പെറ്റമ്മയും പിറന്ന നാടിനും പകരം സ്വർഗം തരുമെന്ന് പറഞ്ഞാലും അത് ഉപേക്ഷിക്കുക. അതാണ് അഭിമാനിയായ ഒരു ഭാരതീയൻ ചെയ്യേണ്ടത്. അപ്പോൾ ഭാരതത്തിന്റെ പ്രതീകമായ ഭാരതാംബയെ അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രത്തെ അതിനു മുൻപിൽ ഒരു പുഷ്പമിട്ടതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനയോടുള്ള നിങ്ങളുടെ കൂറ് പൊട്ടിത്തകരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഒരു ഭരണഘടനാ ലംഘനവുമില്ല. ഭാരതാംബേനെ വരച്ചതാരാന്ന് പറയോ? എന്താ ആ ഭാരതാംബേനെ വരച്ചതാരായിരുന്നു? ഏത് ഭാരതാംബ? ഇപ്പം അങ്ങനെ 2 ഭാരതാംബയുണ്ടോ? ഒരു ഭാരതാംബ എന്നെ കണക്കിലോ? അല്ല, രണ്ട് ഭാരതാംബയുണ്ടോ? അല്ല, താങ്കൾക്ക് ഒന്നാമത്തെ പ്രശ്നം ഒരു മിനിറ്റ്, ഭാരതാംബയെ വരച്ചത് ആരാണെന്ന് പറഞ്ഞേ? ഭാരതാംബയെ രാജാ രവിവർമ്മ വരച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ വരച്ച ഭാരതാംബയുടെ ചിത്രം അമ്പും വില്ലും ഗ്രന്ഥവും ധരിച്ച സിംഹവാഹന പരിവൃതയായി ബംഗാളി ശൈലിയിൽ അപനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരതാംബയുണ്ട്. അതാണ് മൂലചിത്രം. അതിൽ നിന്ന് വന്നിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ രാജ്ഭവനിൽ വെച്ച ഭാരതമാതാവ് എല്ലാ തർക്കത്തിന് ആധാരം ഭഗവദ്ധ്വജമേന്തിയ, ഇവിടെ ജനാധിപത്യ രാജ്യത്തിൽ ഇന്ത്യയുടെ കൊടിയേന്തിയ ഭാരതമാതാവിനെ സ്ഥാപിക്കാതെ അവിടെ ഭഗവദ്ധ്വജമുള്ള ഭാരതമാതാവിനെ വന്ദിക്കാൻ എല്ലാവരും വന്നുകൊള്ളണമെന്ന നിലപാടാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അതിനെയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ചോദ്യം ചെയ്തത്. ഇനി ഞങ്ങൾ ഭരിക്കുന്നു, ഞങ്ങളുടെ അധികാരം ഞങ്ങൾ തോന്നിയത് ചെയ്യുമെന്നുള്ള ധാർഷ്ട്യമയുടെ രാജ്യം 11 വർഷമായി കാണുന്നുണ്ട്. അതിൻ്റെ തുടർച്ച കാണുകയും ചെയ്യും. അതിൻ്റെയാണ് ഈ ഉറച്ചു കേട്ട ശബ്ദം. ഇതിൻ്റെ അഭിപ്രായം പറയാം ഇടവേളയ്ക്ക് ശേഷം.